ഒരുപാട് സഹോദരികളെ മുന്നിൽ കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. केसी वेणुगोपाल जी, रमेश चन्नीताला जी, बालकृष्ण जी, मोहम्मद जी, लाल वर्गीस जी, यूथ कांग्रेस, NSUI members, महिला कांग्रेस, सेवा दल, किसान कांग्रेस, a very warm welcome to all of you here as well. അഭിമന്യരായ വിശിഷ്ടാതിഥികളെ, ആദരണീയരായ സംഘടനാ പ്രവർത്തകരെ, എല്ലാവർക്കും ഹൃദ്യംഗമായ സ്വാഗതം നേരുന്നു. This is the land of Padasi Raja, from where, with the help of your ancestors, he fought the oppression of the British Empire. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ പൂർവഗാമികൾ പടപൊരുതിയ പഴശ്ശിരാജയുടെ അനുഗ്രഹീത മണ്ണാണിത്. Our freedom from the British was fought through a revolution of non-violence and peace. സമാധാനത്തിന്റെയും അഹിംസയുടെയും വഴികളിലൂടെ പോരാടിയെടുത്തതാണ് നമ്മുടെ രാഷ്ട്രീയമെന്ന്, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. Our nation is built on the values of that revolution. ആ വിപ്ലവത്തിന്റെ മൂല്യങ്ങളിലാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. Our forefathers, like Padasi Raja and those who followed him and participated in Mahatma Gandhi's freedom movement, fought for democracy. ജനാധിപത്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയോടൊപ്പം ആ പോരാട്ടത്തിൽ പഴശ്ശിരാജ ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവ്വഗാമികളെല്ലാം ആ നന്മയുടെ പോരാട്ടത്തിൽ പങ്കാളികളാവുകയായിരുന്നു. They fought for all of us so that our expression, our ways, our traditions, our religions, our ideas could all be free and we could live in a country as equals. അവർ നമുക്ക് വേണ്ടിയാണ് പോരാടിയത്. നമ്മുടെ ആശയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയാണ് അവർ അഹോരാത്രം പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്തത്. And from that struggle of freedom came a deep respect for democracy and for the voice of the people of India in the politics of our country. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആ പോരാട്ടത്തിന്റെ നാൾവഴികളിൽ ജനാധിപത്യത്തോടും സമാധാനത്തോടും ഒക്കെയുള്ള നമ്മുടെ അദമ്യമായ താല്പര്യവും അപാരമായ ബഹുമാനവും അതുവഴി നമുക്ക് ആർജിച്ചെടുത്തതാണ്. The Congress party upheld that respect. Throughout its governments, it worked hard for the people of India, for your needs, and it encouraged you to speak out and to voice your opinions, even when those opinions were a criticism of the government or when you demanded that the governments should change their ways and policies. ഈ കോൺഗ്രസ് പ്രസ്ഥാനം ആ ആശയധാരകളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ വാക്കുകളെയും നിങ്ങളുടെ അഭിപ്രായങ്ങളെയും നിങ്ങളിൽ നിന്ന് കേൾക്കാനുള്ള ആശയങ്ങളെയും എല്ലാം അതാത് കാലഘട്ടത്തിലെ ഭരണ സംവിധാനങ്ങളിലൂടെ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും നിങ്ങളെ കേൾക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. It was and has always been a source of great pride that the people of India have been free to challenge those in power, to question them and to demand their rights from them. ഈ രാജ്യത്തിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംശബ്ദിക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് പൊരുതുവാനുമുള്ള സ്വാതന്ത്ര്യവും ശക്തിയും ആർജിക്കുന്നവരാണ് എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നതാണ്. A deep understanding of the truth that the power given to all of us sitting here on this stage before you actually belongs to you has never escaped us. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകിയിട്ടുള്ള അധികാരം ഈ മനോഹരമായ പീഠത്തിലിരുന്ന് നിങ്ങളെ കാണുമ്പോൾ അത് നിങ്ങൾക്കുള്ള അധികാരമാണ്, നിങ്ങൾ നൽകിയ അധികാരമാണ്. But for the last 5 years there has been a government in the center which does not share these beliefs. ഈ വിശ്വാസങ്ങളോ ഈ മൂല്യങ്ങളോ പങ്കുവെക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിലുള്ളത്. They believe in suppressing your voice. They believe in taking your power, sourcing it all within themselves, becoming more powerful and disempowering you. അവർ ഈ മൂല്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്നത്. അവരെല്ലാ കഴിവുകളെയും എല്ലാ അധികാരങ്ങളെയും സ്വന്തത്തിലേക്ക് ആവാഹിക്കുകയും അവരുടേതാക്കി മാറ്റുകയും അവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ആശയങ്ങളെയും ആശയ പ്രകടനങ്ങളെയും പരിപൂർണമായി ആളുകൾക്കിടയിൽ അവരെ അവഗണിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്, കാഴ്ചപ്പാടാണ് അവർ തുടർന്നു പോന്നിരുന്നത്. The reason they believe this
is because they are weak and their politics is based on lies. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അവർ ദുർബലരാണ്, മാത്രമല്ല അധികാരം നുണകളാൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. What has happened to the farmers community all across India in these last 5 years is ample proof of the fact that their politics is not in the interest of people and it is not in the interest of farmers. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ദിക്കുകളിലെ കർഷകർക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ തന്നെ മനസ്സിലാകും, അവരുടെ അധികാരവും രാഷ്ട്രീയവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളത്. Every day I travel through Uttar Pradesh. Every day I meet my farmers, brothers and sisters who tell me that they are weighed down by debt, that there is no assistance from the government, that all night they stay awake guarding their fields from stray cattle, that when they demand their rights and they ask the government to help, the government just does not hear their demands and tries to suppress them. They tell me that 5 years ago, when they placed their faith in the BJP government and they brought it to power, they were told that their incomes would double. Some of them tell me that the cost of seed is actually more than the cost that they can sell their crops for. ഞാൻ ഉത്തർപ്രദേശിലെ കർഷകരുടെ ഇടയിലൂടെ സഹോദരങ്ങളോട് സംവദിച്ച് കുറെ യാത്ര ചെയ്തതാണ്. അവരോട് കാര്യങ്ങളൊക്കെ സംവദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് കടക്കെണികളെ കുറിച്ചാണ്, അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ്, അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. എപ്പോഴെല്ലാം അവർക്ക് വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ ആ സമയത്തെല്ലാം അവരത് അറിയിക്കുമ്പോൾ അത് കേൾക്കാതെ അവഗണിച്ച് തള്ളുന്നതിനെ കുറിച്ചാണ് അവർക്ക് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വേദനകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആ യാത്ര നടത്തിയത്. I know that paddy farmers, coffee farmers, pepper farmers of Wayanad are facing a similar fate. ഇതേ ദുരന്തമാണ് വയനാട്ടിലെ കുരുമുളക് കർഷകരും മറ്റു പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്നവരും കാർഷിക മേഖലയിലുള്ളവരും ഇതേ ദുരന്തമാണ് വയനാട്ടിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And as a woman, I understand the difficulties we women face no matter what our incomes are. We all struggle to handle our domestic situations, to handle work, to handle all the things that we are responsible for. I understand and cannot even imagine the pain and the suffering that my sisters here are going through, dealing with all these immense problems, so much bigger than what we women from the urban areas can even imagine, all on their own. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഈ നാട്ടിലെ സഹോദരികൾ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് എനിക്കറിയാം. അവർ നേരത്തെ അവരുടെ ഈ മേഖലകളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ കാർഷിക മേഖലകളിലും നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളിലുമെല്ലാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. I am told that hundreds of farmers have passed away. They have committed suicide under the burden of these problems. And my heart goes out to their wives and their families because I can understand the great difficulty that they must be facing managing everything. നൂറുകണക്കിന് കർഷകരാണ് ഈ ദുരന്തം നേരിടാൻ കഴിയാതെ ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പിരിഞ്ഞുപോയത്. ഞാൻ എന്റെ കണ്ണുകൾ ആ കുടുംബങ്ങളിലെ ഭാര്യമാര് അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ അതിന്റെ വേദന പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകളും ഹൃദയവും അവരോട് ചേർത്ത് വെക്കുകയാണ്. It is truly a great tragedy that after the floods that you faced, in which your fields were washed away, your crop was washed away last year, you have not had any relief from the government. ഈ നാട് കണ്ട ഏറ്റവും ഭീകരമായ വെള്ളപ്പൊക്കവും പ്രളയവും അതുണ്ടാക്കിയ ദുരന്തങ്ങളും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ രാജ്യത്തിലെ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടത് ഏറെ വേദനയുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 1 വർഷക്കാലത്തിനിടയിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനവും നടന്നില്ലെന്നത് ഖേദകരമായി തിരിച്ചറിയുന്നു. It is a matter of shame that a government that can spare 317,000 crores to waive the loans of big businessmen, a handful of big businessmen, does not have either the intention or does not gather the resources to give relief to those who are in dire need like you.
ഏറെ ലജ്ജാവഹമാണ്. നമ്മുടെ രാജ്യത്തിലെ ഏതാനും വരുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി 3700 കോടിയിലധികം ചെലവഴിക്കാൻ പണമുള്ള സൗകര്യങ്ങളുള്ള ആളുകൾ ഈ നാട്ടിലെ പാവങ്ങളായ കർഷകരുടെ അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ വേദനകൾക്ക് പരിഹാരമേകാൻ അവരുടെ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നത് ഏറെ ലജ്ജാവഹമാണ്. There is a fundamental disrespect for you that is displayed by this government at every stage. എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും അടിസ്ഥാനപരമായ ഒരു അനാദരവ് ഈ ഗവൺമെന്റ് ഭരണകൂടം കാണിക്കുന്നുവെന്നത് ഏറെ യാഥാർത്ഥ്യമുള്ളതാണ്. They have forgotten that the ones who gave them power are you, the people of India. അവർ മറന്നുപോയി അധികാരം നൽകിയവർ നിങ്ങളാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ് എന്നത് അവർ മറന്നുപോയി. But who is going to remind them of this and who has allowed them to forget? ആരാണ് ഇതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക? ആരാണ് ഇത് മറക്കാൻ അനുവദിക്കുക? It is you. It is your strength, your power. This country belongs to you, and it is through the power of your vote that you can change the future ahead of you. പ്രിയമുള്ളവരെ, അത് നിങ്ങളാണ്, നിങ്ങളുടെ വാക്കുകളാണ്, നിങ്ങളുടെ പ്രതികരണങ്ങളാണ് അതിനെതിരെയുള്ള ഏറ്റവും വലിയ ശക്തമായ ആയുധം. നിങ്ങൾ വോട്ടിലൂടെ, നിങ്ങളുടെ സമ്മതിദാനാവകാശത്തിലൂടെ ഇതിന് മാറ്റങ്ങൾ വരുത്താനും ഈ രാജ്യത്തിന്റെ ഗതി തിരുത്തി എഴുതാനും നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. You must force every politician who comes before you to have the consciousness that the power belongs to you. It is your gift to them. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ രാഷ്ട്രീയക്കാരനെയും നിങ്ങൾ ബോധ്യപ്പെടുത്തണം, ശരിയായ അധികാരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്, അത് നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചു തന്നതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയണം. For this it is extremely important that you remain aware. You are aware of what different political parties offer you, of the issues that should be raised in the election, that you use your very good sense and your great wisdom to understand when issues are raised in front of you that do not benefit you and only benefit particular political parties that want to come to power by using your emotions. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അവർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് വലിയ വലിയ വാഗ്ദാനങ്ങൾ ഓരോ പ്രസ്ഥാനങ്ങളും വന്ന് നൽകുമ്പോൾ നിങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടായപ്പോ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ വന്നപ്പോ അവരാരും നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിയിരുന്നില്ല. എല്ലാം അവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും പ്രയോജനം നൽകുന്ന രീതിയിലാണ് അവരത്രയും കാര്യങ്ങളെ ചെലവഴിച്ചത്. I would like to tell you about some of the programs that the Congress is proposing for the future if you elect their government at the center. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യത്തിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ചില പദ്ധതികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തെരഞ്ഞെടുത്ത അധികാരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ we are proposing loan waivers for farmers. കർഷകർക്കുള്ള അവർ കടബാധ്യതയില്ലാത്ത കർഷകരെ ഞങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ പങ്കുവെക്കുകയാണ്. In Madhya Pradesh, Rajasthan and Chhattisgarh, where we recently formed governments, we have shown that within 10 days of the formation of those governments, loan waivers have been granted to farmers. നിങ്ങൾ കണ്ടതാണ്, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 10 ദിവസങ്ങൾക്കുള്ളിൽ കടമെഴുതി തള്ളണമെന്ന് പറഞ്ഞപ്പോ ദിവസങ്ങൾക്കുള്ളിൽ ആ കടബാധ്യത മുഴുവനും എഴുതി തള്ളിയത് നിങ്ങൾ കണ്ടതാണ്. We are proposing a separate farmers budget. Just like there is a railway budget, there will now be a separate farmers budget through which every year everything that is going to be done especially for farmers and the money that is allocated by the government for farmers will be specified in that budget at the beginning of the year. പ്രിയമുള്ളവരെ, ഞങ്ങൾ കാർഷിക മേഖലയിലുള്ളവർക്കായി, കർഷകർക്കായി ഒരു പ്രത്യേക ബജറ്റ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് രാജ്യത്തിന് മുന്നോട്ട് ആശയം വെക്കുകയാണ്. റെയിൽവേ ബജറ്റ് ഒക്കെ ഉള്ളതുപോലെ കർഷകരുടെ ആവശ്യങ്ങൾ പ്രത്യേകം പരിഗണിച്ച് അതിനുവേണ്ട സാമ്പത്തികമായ ധനം അതിനു വേണ്ടി വകയിരുത്തി അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന രീതിയിൽ വളരെ പ്രത്യേക സ്വഭാവമുള്ള ബജറ്റ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം ആഗ്രഹിക്കുകയാണ്. We are also proposing that when farmers are unable to pay their loans,
The laws that are used against them cannot be criminal laws that send them to jail. ഞങ്ങളതോടൊപ്പം കർഷകർ അവരുടെ നിവൃത്തികേടുകൾ കൊണ്ട് അവർ വാങ്ങിയിട്ടുള്ള ലോണുകൾ കടങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അവരുടെ മേൽ ഒരു കാരണവശാലും ആ ദുര്യോഗത്തെ ഒരു ക്രിമിനൽ കുറ്റമായി കാണരുത് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനം, അതുകൊണ്ട് ക്രിമിനൽ കേസുകളായി പരിഗണിക്കരുത് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനം ഇതിന്റെ ഭാഗമായി രാജ്യത്തോട് മുന്നോട്ട് വെക്കുകയാണ്. We are also proposing 150 days for the Manrega program and strengthening it with more funds and more new programs that make it bigger and stronger, unlike this government that has weakened the Manrega program. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്കായി ഇവിടുത്തെ സാധാരണക്കാരായ പാവങ്ങൾക്ക് 150 ദിവസത്തെ തൊഴിലുറപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുവഴി അതിനോടനുബന്ധമായി സമാനമായ പല പദ്ധതികളും അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കൂട്ടിച്ചേർക്കുകയും അവസരായ ദുർബലരായ ജനങ്ങളുടെ ശാക്തീകരണത്തിന് പ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. We also propose that in government hospitals, checks and cures for illnesses will be free for those who cannot afford it. അതുപോലെ അവരുടെ ചെലവുകൾ വഹിക്കാൻ കഴിയാത്ത പാവങ്ങൾക്ക് ഇവിടെ ഗവൺമെന്റ് ആശുപത്രികൾ ഉപയോഗിച്ച് ചികിത്സാലയങ്ങൾ ഉപയോഗിച്ച് അവരുടെ ചികിത്സാ സംവിധാനങ്ങൾ നൽകുന്നതിനെ കുറിച്ച് സൗജന്യമായി നൽകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. School education till the 12th standard will also be for free. 12ാം ക്ലാസ് വരെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ 12ാം ക്ലാസ് വരെ പൂർണ്ണമായ സൗജന്യമായി നൽകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. In addition, and most importantly, we have proposed a program called Nyay. Nyay meaning justice, but Nyay also meaning a minimum income is ensured to all those families that are extremely poor. നിർധനരായ നിരാലംബരായ പാവങ്ങളായ സമൂഹങ്ങൾക്ക് അവർക്ക് മിനിമം വേതനം മിനിമം വരുമാനം ഉറപ്പുവരുത്തുന്ന ന്യായ് എന്ന് പറയുന്ന നീതി എന്നർത്ഥമാക്കുന്ന ഒരു പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി നടപ്പിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. Under the Nyay program, poor families will be given 72,000 rupees annually by the government. ഈ ഗവൺമെന്റ് ഈ ന്യായ് എന്ന നീതി പദ്ധതിയിലൂടെ ഈ നാട്ടിലെ പാവങ്ങളായ സാധാരണക്കാർക്ക് കർഷകർക്ക് 72,000 രൂപ ഒരു വർഷത്തിൽ നൽകുന്നതിനെ കുറിച്ചാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. It is interesting to note that the same government that promised you 15 lakhs in your bank accounts negated that promise immediately after the election and said it was just what they called a jumla. It is interesting to note that that very government that lied to you in the last election, that waived loans for huge industrialists who are not in need like you are, now criticizes this proposal of the Congress party. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഭരണ സംവിധാനം അധികാരത്തിൽ വരുമ്പോ അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുമെന്ന്. അത് നൽകിയില്ലെന്ന് മാത്രമല്ല, അധികാരത്തിലേറിയ ഉടനെ അതവർ മറന്നുവെന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ കടം ഇവിടെ രാജ്യത്തിലെ കുത്തക ഭീമൻ മുതലാളിമാരുടെ പണം എഴുതിത്തള്ളുകയും എന്നിട്ടിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നിൽ കോൺഗ്രസ് ന്യായ് പദ്ധതി ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോ അതിനെ പരിഹസിച്ചവർ മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ്. They have 317,000 crores to waive the loans of industrialists, but they claim that the country does not have the money for a scheme like Nyay. പ്രിയപ്പെട്ടവരെ, അവർക്ക് കൊടുക്കാൻ 3,700 കോടി രൂപയുടെ ധനം കടമെഴുതിത്തള്ളാൻ, അതും മുതലാളിമാരുടെ കടമെഴുതിത്തള്ളാൻ അവരുടെ കയ്യിൽ പണമുണ്ട്. എന്നാൽ ദരിദ്ര നാരായണന്മാരായ ഈ നാട്ടിലെ പാവങ്ങൾക്ക് പണം നൽകാൻ അവരുടെ കൈകളിൽ ഇല്ല. And when they come before you to campaign for this next election, having broken every promise that they made to you in the last election, they never talk about what they have done for you. അവർ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി വീണ്ടും ജനങ്ങളുടെ മുന്നിൽ ജനവിധി തേടി വരുമ്പോ അവർ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നടപ്പിലാക്കിയോ അത് പ്രവർത്തിച്ചോ എന്ന് പറയുന്നില്ല. അവർ ചെയ്തതിനെ കുറിച്ച് ഒരിക്കലും പറയാറുമില്ല. Nor do they talk about schemes and policies that they want to implement for the strengthening of your future.
ഈ രാജ്യത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി, രാജ്യത്തിലെ ജനങ്ങളുടെ നന്മക്ക് വേണ്ടി എന്ത് പദ്ധതികളാണ്, ആ കാഴ്ചപ്പാടുകളാണ് അവർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവരിൽ ഒരാളും സംസാരിക്കുന്നേയില്ല. They attempt to divide you and they talk about their own nationalism. അവർ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളെ വേർതിരിക്കാനാണ്, വിഭജിക്കാനാണ്. അവരാകെ പറയുന്നത് ദേശീയതയെ കുറിച്ചാണ്. But before I leave you, I would like to ask you to think deeply about what nationalism is. അവരുടെ പ്രത്യേകമായ ദേശീയതയെ കുറിച്ച് പറയാനല്ലാതെ അവർ സമയം കണ്ടെത്തുന്നില്ല. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്താണ് യഥാർത്ഥ ദേശീയതയെന്ന്. When thousands of farmers march barefoot from all corners of the country to your doorstep and you send them away without listening to their suffering, are you a nationalist? പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പാവങ്ങളായ കർഷകർ രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് അവർ ഈ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് വന്നു. നിങ്ങൾ അവരെ കേട്ടോ? അവരുടെ വിഷയങ്ങൾ നിങ്ങൾ കേൾക്കാനുള്ള മനസാന്നിധ്യം നിങ്ങൾ കാണിച്ചോ? ഇല്ല. എന്നിട്ട് നിങ്ങൾ ദേശീയതയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. When people raise their voice in protest against you, when they criticize your policies and they ask for what is their own right, and you try to suppress that voice, you jail them, you beat them, is that nationalism? അവർക്ക് വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ, ജനങ്ങൾ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചപ്പോ അവർ നിങ്ങളുടെ മുന്നിൽ എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവരുടെ അവകാശങ്ങൾ, എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നവർ വന്ന് നിങ്ങളോട് പറയാൻ ശ്രമിച്ചു. നിങ്ങൾ അവരെ കേട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ മുഴുവനും അടിച്ചമർത്തുകയും അവർക്ക് ജയിൽ ശിക്ഷയും അപകടകരമായ ഭീതിതമായ ശിക്ഷകളും അത്തരം ദുരനുഭവങ്ങളും നൽകുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. ഇതാണോ നിങ്ങളുടെ ദേശീയത? When you make every attempt to destroy the constitution, to ruin and weaken those very institutions that protect the rights and the strength of the people, is that nationalism? നിങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മയും ശക്തിയും നിലനിർത്തുന്ന അടിസ്ഥാനപരമായ സ്ഥാപനങ്ങളെയും ഈ രാജ്യത്തിന്റെ എല്ലാമായ ഭരണഘടനയും ഒന്നൊന്നായി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളാണോ ദേശീയതയെ കുറിച്ച് സംസാരിക്കുന്നത്? When you come to election rallies and you speak of Pakistan, but you do not speak of what you are going to do for the people of India, of what you promised them and did not deliver, is that nationalism? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലും അതിന്റെ പ്രചരണങ്ങളിലും നിങ്ങൾ വന്നുപെടുമ്പോ നിങ്ങൾ പാകിസ്ഥാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഇതിനെയാണോ നിങ്ങൾ ദേശീയത എന്ന് പറയുന്നത്? And when those very people who put their faith in you, whose hopes were represented by you, whose power you represent, ask you questions, you try to suppress them, is that nationalism? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അധികാരം നൽകിയ, ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ആ പാവങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ പറയുമ്പോ, അവരവരുടെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോ നിങ്ങൾ അതിനെ അടിച്ചമർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണോ ദേശീയത? And is your inability to listen to the voice of your people and your desire to ignore it strength or weakness? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ വാക്കുകളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ പരിപൂർണമായി അവഗണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ കഴിവാണോ, കഴിവുകേടാണോ? Sisters and brothers of Wayanad, I have never seen a weaker government than the government that has been in power for the last 5 years in India. എന്റെ വയനാട്ടിലെ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഇതുപോലെ ദുർബലമായ ഒരു ഭരണകൂടത്തെ. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കണ്ടതുപോലെ I have never seen a weaker prime minister than the prime minister of India today. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ ദുർബലനായ ഒരു ഭരണാധികാരിയെ, ഒരു പ്രധാനമന്ത്രിയെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. My sisters and brothers, I think you deserve better. I think you deserve a government that speaks for you. You deserve a government that encourages you to raise your voice even when it is against them. പ്രിയപ്പെട്ടവരെ, സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ അത് അർഹിക്കുന്നു. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളെ കേൾക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഗവൺമെന്റിനെ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, I believe
that you deserve a Prime Minister who respects you. നിങ്ങളെ ആദരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട്. And who respects every word that he speaks before you and does not dismiss casually his own promises once he has made them. പ്രിയപ്പെട്ടവരെ, അവരുടെ മുന്നിൽ സംസാരിക്കാൻ വരുന്ന എല്ലാ മനുഷ്യരെയും ആദരിക്കുകയും ഒരാളോട് പോലും അവഗണന കാണിക്കാതിരിക്കുകയും എന്തേതെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞോ അതൊരിക്കൽ പോലും അവഗണിച്ച് തള്ളാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരിയായി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നമുക്ക് ആവശ്യമുണ്ട്. I hope that you will keep in mind all these things that I have said before you today when you go to cast your vote. And I hope that you will be part of a new movement, a new empowerment, and a new understanding of what politics should be. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉന്നയിച്ച ആശയങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മിക്കുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുമ്പോൾ ഇതേക്കുറിച്ചൊക്കെ ആലോചിക്കുകയും നല്ലൊരു രാജ്യം, നല്ല ആശയം, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ഭാവി നിങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. In supporting the Congress party, you will support a stronger future for yourselves. You will support and empower your own voices, your own beliefs, your own ideologies. നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നിങ്ങൾ പിന്തുണക്കുന്നതിലൂടെ നിങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെയാണ് പിന്തുണക്കുന്നത്. നിങ്ങളുടെ ആശയങ്ങളെയാണ്, നിങ്ങളുടെ പുരോഗതിയെയാണ്, ഈ രാജ്യത്തിന് ആവശ്യമായ ശാക്തീകരണത്തിന്റെ വഴികളെയാണ് നിങ്ങൾ ശക്തിപ്പെടുത്തുകയും പിന്തുണക്കുകയും ചെയ്യുന്നത്. You will support a politics in which you are all equals. നിങ്ങൾ പിന്തുണക്കുന്നത് ഒരു രാഷ്ട്രീയത്തെയാണ്. ആ രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ എല്ലാവരും സമന്മാരാണ്, തുല്യതയാണ് അതിന്റെ സൗന്ദര്യം. A politics of love and inclusion, not of hatred and exclusion. എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ പിന്തുണക്കുന്നത്. അവമതിക്കുകയും ആളുകളെ ഒഴിവാക്കുകയും അവരെ അവഗണിച്ച് തള്ളുകയും ചെയ്യുന്ന എക്സ്ക്ലൂഷന്റെ രാഷ്ട്രീയത്തെയല്ല. I am deeply grateful to you for all the love you have given me and for the privilege of standing before you on this stage today. നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, പരിഗണനക്ക്, ഈ ദിവസം നിങ്ങളോടൊപ്പം മുന്നിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞ ഭാഗ്യത്തിന് ഞാൻ അങ്ങേയറ്റം നന്ദിയും കടപ്പാടുമുള്ളവരാണ്. I wanted to visit the Sita temple here, but unfortunately due to the delay, I believe it is already closed, and I will definitely visit it the next time I come. എനിക്ക് സീതാക്ഷേത്രം സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ യാത്രയിലുണ്ടായ വൈകിയത് കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അത് അടച്ചു കിടക്കുകയാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, ഇനി വരുന്ന സമയത്ത് തീർച്ചയായും ഞാനത് സന്ദർശിക്കുക തന്നെ ചെയ്യുന്നതാണ്. Thank you very much. Jai Hind. നന്ദി. ജയ് ഹിന്ദ്.